ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ തശ്ശേരി സലീം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പുതിയൊരു വെജിറ്റബിൾ സ്പെഷ്യലാണ്. അത് ഇതുവരെ നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അത് നോക്കിയിട്ട് എല്ലാം അതുപോലെ ചെയ്യാം. ഞാൻ അതുപോലെ കാണിച്ചു ഇവിടെ നോക്കുന്നു. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായമായിട്ട് എൻ്റെ ഇത് ചെയ്യാം. എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. Subscribe now and press the bell icon. Never miss an update. കാശ്മീർ മുളക് പൊടി 1 സ്പൂൺ കണ്ട. അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഒന്ന് എരിവ് കുറവാണ്. എരിവ് ഇങ്ങനെ എരിവില്ലാത്തത്. 1.25 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂണ് കുരുമുളക് പൊടി, ഏകദേശം 1 സ്പൂണോളം കുരുമുളക് പൊടി. ഓക്കെ. ഇതിൽ 1/2 സ്പൂണ് ഉപ്പ്, പകുതിയോളം, 1 ടേബിൾ സ്പൂണിന്റെ പകുതിയോളം. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഏതുപോലെ ചെയ്താൽ മതി. ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ മതി. പോലെ അല്ലേ? ഉപ്പ് കൂടാൻ പാടില്ല. ആയിക്കോട്ടെ, നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ഉപ്പ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. സലീം ഖാന്റെ ഭാഷ പറഞ്ഞാൽ നിങ്ങളുടെ ഏതുപോലെ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഏതുപോലെ നിങ്ങൾ ചെയ്യാം. നിങ്ങളുടെ ഉപ്പിന്റെ പാകം പോലെ നിങ്ങൾ ചെയ്യാം. ലേശം വെള്ളം ചേർക്കുക. അതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. മസാല ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഇടുന്നുണ്ട്. അങ്ങനെ എടുത്തു വെച്ച കഴുകി വൃത്തിയാക്കി വെച്ച മഷ്റൂം നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. നമുക്ക് കൈമ മനസ്സിലാവും വെള്ളം എങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മനസ്സിലാവും. നമ്മൾ മത്സ്യത്തിൽ ഇങ്ങനെ ഇത് ചെയ്യുന്നില്ലേ അതേമാതിരി. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ മസാല മറ്റേ എണ്ണയിലേക്ക് കൂടുതലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, മസാല ഓവർ ആവാത്ത മസാല ഡ്രൈക്ക് അനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ നോക്കണ്ട. ഞാൻ എനിക്ക് ചിലപ്പോൾ എരിവ് വേണം, ചിലപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം, ചിലപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവ് വേണം. അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അവനവന്റെ എരിവിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറക്കുകയും ചെയ്യുക എന്നാണ് നമ്മുടെ സലീം ഖാന്റെ അഭിപ്രായം. സലീം ഖാൻ അത്യാവശ്യം എരിവ് കൂട്ടുന്ന ആളായതുകൊണ്ട് സലീം കുറച്ച് മുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കാം. അത്രയാണ്. മഷ്റൂം ഇവിടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാരറ്റ് ഏകദേശം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പോ ക്യാരറ്റ് എടുക്കാൻ പോവാണ്. ക്യാരറ്റ് പിഴിഞ്ഞിട്ട് എടുത്തിട്ട് പകുതി ഫുള്ളാക്കി പോകാൻ പാടില്ല. ഫുള്ള് നമ്മളിപ്പം ഫ്രൈ ആക്കുന്ന സമയത്ത് അത് ഉടഞ്ഞു പോകും, അങ്ങനെ ലൈറ്റ് പോകും. അപ്പൊ നമുക്ക് കുറച്ച് കടിക്കണമല്ലോ. അപ്പൊ അതിന് ഫുള്ളായിട്ട് വേവിപ്പിക്കരുത്. ഒരു പകുതി ഒരു ഹാഫ് പകുതി ഹാഫ് വേവില് ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം അതുപോലെ തന്നെ മഷ്റൂം ഫ്രൈ മസാല ആക്കി വെച്ചിട്ടുണ്ട്. മഷ്റൂം അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മഷ്റൂം ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഇതവിടെ ഹാഫ് വേവില് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് റെഡിയാണ്. സോ ഈ മഷ്റൂം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്ത് വെക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഫ്രൈ ചെയ്യാനുള്ള പാകത്തിലുള്ള സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഏകദേശം എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മഷ്റൂം ഇതിലേക്ക് ഇടാൻ പോകണം. ഇതിന്റെ മഷ്റൂം ഇപ്പൊ നെയ്യിലേക്ക് ഇടുന്നു, ഓയിലിലേക്ക്. കുറച്ചു നേരം നമ്മൾ മസാല ഒക്കെ എടുത്ത് വെച്ചിരുന്നു. ആ മഷ്റൂമാണ് ഇപ്പൊ നമ്മളിവിടെ ഫ്രൈ ആക്കാൻ വേണ്ടി ഇടാൻ പോവാണ്. അങ്ങനെ ആ മഷ്റൂം നമ്മുടെ എണ്ണയിൽ ഒരു പക ചായ നിറഞ്ഞ് എടുക്കണം. എല്ലാം കഴിഞ്ഞു പോകും. ഏകദേശം ആയി കഴിഞ്ഞാൽ എടുക്കണം. ഓവറെ തീ വെക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ പാഴ്ച വരും. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറിക്കാണെങ്കിൽ എല്ലാം ഒന്നും സ്ഥലമൊക്കെ ആയിപ്പോകും. ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളത് നോക്കി ചെയ്യുക. അഥവാ എണ്ണയിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ട് പോരുതേ അല്ലേ?
അങ്ങനെ നമ്മുടെ മഷ്റൂം ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, മഷ്റൂം ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എണ്ണ കൂടുതൽ വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി വീണ്ടും ആ എണ്ണയിൽ തന്നെയാണ് നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ആദ്യം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ശേഷം ഉള്ളി അങ്ങോട്ടാ. കറിവേപ്പിലയ്ക്ക് ശേഷം അതിലേക്ക് സലീംക്ക ഉള്ളി ഇട്ടിട്ടുണ്ട്, നമ്മുടെ വലിയ ഉള്ളി. പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്യാപ്സിക്കവും മല്ലിച്ചപ്പും കുറച്ച് കഴിഞ്ഞിട്ടാൽ മതി. ക്യാപ്സിക്കവും മല്ലിച്ചപ്പും ഇതിന്റെ കൂടെ ഇടുന്നില്ല, കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇടുന്നത്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് അരസ്പൂൺ ഉപ്പ് ഇട്ടാ. അപ്പൊ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ ഉപ്പ് കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഇടരുത്, കാരണം ഓൾറെഡി നമ്മളിവിടെ ഉപ്പിട്ട ശേഷമാണ് ഇവിടെ ക്യാരറ്റ് ആണെങ്കിൽ ഇതാല് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അര സ്പൂൺ മാത്രം ഉപ്പിട്ടാൽ മതി. അതിലേക്ക് കുറച്ച് അര സ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ ഈ വാടിക്കൊണ്ടിരിക്കുന്ന ഇതിലേക്ക് വീണ്ടും ഒരു അര സ്പൂണ് കുരുമുളക് കൂടിയിട്ടാണ് ഉപ്പിട്ട് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് മസാല ഉള്ളൊരു കുരുമുളകാണ് ഇടുന്നത്. അര സ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. ഒന്നും വേണ്ട, അര സ്പൂൺ. ലേശം മഞ്ഞൾപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ക്യാരറ്റ് അങ്ങനെ അതിലേക്ക് ഏകദേശം ഉള്ളി വാടിയിട്ടുണ്ട്. അപ്പൊ ക്യാരറ്റ് നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ് എടുത്തിടുന്ന നല്ല ടേസ്റ്റ് കേട്ടാ. അതാദ്യം കേൾക്കാൻ നമ്മള് പൊറോട്ട, ചപ്പാത്തി, പിന്നെ ബ്രെഡ്, നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. പൊറോട്ട ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഐറ്റം ആണെന്നാണ് സലീം പറയണത്. അതിന്റെ കൂടെ അപ്പൊ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം എടുത്തു വെച്ച ഒരു ക്യാപ്സിക്കം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അല്പം മല്ലിച്ചപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, സലീം ഖാന്റെ ഫുഡ് മാജിക് ആണ്. പുതിയ